അപ്പോൾ ഫ്രണ്ട്സ് നമ്മളെ മടക്ക് പത്തിരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നിങ്ങൾക്ക് മുന്നിൽ വന്നിരിക്കുന്നത് ഒരു അടിപൊളി വിഭവമായിട്ടാണ്. ആ വിഭവം എങ്ങനെ നമുക്ക് തയ്യാറാക്കി എടുക്കാം നമുക്ക് നോക്കാം. അതിനു മുമ്പായിട്ട് ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അപ്പം നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്ന മടക്ക് പത്തിരിയിലേക്ക് ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 3 വലിയ ഉള്ളി കട്ട് ചെയ്തത്, 2 കപ്പ് മൈദ, 4 മുട്ട, ഒരു 250 ഗ്രാം ബീഫ് ചതച്ചത്, അരമുറി തേങ്ങ മിക്സിയിലിട്ടൊന്ന് അടിച്ചത്, ഇഞ്ചി വെളുത്തുള്ളി ആവശ്യത്തിന്, 4 പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തത്, ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് മല്ലി കറിവേപ്പില, 1 സ്പൂണ് മല്ലിപ്പൊടി, 1/2 സ്പൂണ് കുരുമുളക് പൊടി, 1/2 സ്പൂണ് ഗരം മസാല, 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി, 1/2 സ്പൂണ് മുളക് പൊടി, പിന്നെ ആവശ്യത്തിന് വെളിച്ചെണ്ണ. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഇന്ന് തയ്യാറാക്കാൻ പോകുന്ന മടക്ക് പത്തിരിക്ക് വേണ്ട സാധനം. ഇതെങ്ങനെ തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ടുള്ള പാനിൽ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് ഏകദേശം ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കുക. 2 ടീസ്പൂണ് വെളിച്ചെണ്ണ. അപ്പോൾ അത് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ച വെളുത്തുള്ളി ഇഞ്ചി ഇട്ട് കൊടുക്കുക. ഇതൊന്ന് വഴന്ന് വരുമ്പോൾ അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച ഉള്ളി, ഞാനിവിടെ എടുത്തിരിക്കുന്ന ഒരു 3 ഉള്ളിയാണ്. ഒരു 3 മടക്ക് പത്തിരി ഇട്ടാക്കാൻ വേണ്ടിയിട്ടുള്ള അതിനാവശ്യമായ ഉള്ളിയാണ് ഞാൻ ഇന്നിവിടെ എടുത്തിരിക്കുന്നത്. ഇത് നല്ലപോലെ വഴറ്റിയെടുക്കുക. അപ്പോൾ നമ്മൾ ഉള്ളി ഒന്ന് വാടി കിട്ടാൻ വേണ്ടി കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് ചേർത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് എന്തായിട്ട് വാടി കിട്ടും. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ 5 മിനിറ്റ് ചെറിയ തീയിൽ അടച്ചു വെച്ച് കഴിഞ്ഞാൽ ഉള്ളി നല്ലതുപോലെ വാടി കിട്ടും. ഏകദേശം വാടി വരുന്ന സമയം കൊണ്ട് നമുക്ക് നമ്മളെടുത്ത് ചെയ്യുന്ന 4 കപ്പ് മൈദ, 4 മുട്ട ഒന്ന് മിക്സിയിലിട്ട് നല്ലതുപോലെ അടിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും എല്ലാം കൂടെ ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്, വഴന്ന് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച പച്ചമുളക് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം കറിവേപ്പില, കുറച്ച് മല്ലിയില, ശേഷം നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന മസാല, ഇതെല്ലാം പോലെ നല്ലതുപോലെ ഉണ്ടാക്കുമെന്ന് മിക്സ് ചെയ്തെടുക്കും. അടുത്തായിട്ട് നമ്മൾ നേരത്തെ മിക്സിയിൽ അടിച്ചു വെച്ച തേങ്ങയും വലിയ ജീരകവും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. വലിയ ജീരകം കുറച്ച് മതി, ആവശ്യത്തിന് ഇട്ടാൽ മതി. പിന്നെ നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് വലിയ ജീരകം ചേർത്ത് കൊടുക്കുന്നത്. ഈ തേങ്ങയും ഈ ഉള്ളിയും ഇതെല്ലാം കൂടെ നല്ലതുപോലെ ഇതൊന്ന് മിക്സായി വരണം. അടുത്ത് നമ്മൾ തിളച്ച് വെച്ച ബീഫ് ഇതിലേക്കിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക. നമ്മളെ മസാല ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. മുട്ടയും മൈദയും മിക്സ് ചെയ്തിട്ടുള്ള മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് ചേർത്തത് 1/2 സ്പൂണ് കുരുമുളക് പൊടി, കളർ ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് അരച്ച് തയ്യാറാക്കി വെച്ച മാവാണിത്. ഇനി അടുത്തായിട്ട് പാനിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കുക. ദോശ രൂപത്തിലേക്ക് നല്ലതുപോലെ പരത്തി കൊടുക്കുക. വളരെ നൈസായിട്ടാണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ നമ്മൾ ഒരു സൈഡിലായിട്ട് നമ്മളെ മസാല
ഇങ്ങനെ ചെറുതായിട്ട് ഇട്ട് കൊടുക്കുക. ലോ ഫ്ലെയിമിലാണ് വെക്കേണ്ടത്. അധികം ഓവർ ചൂടാക്കി കഴിഞ്ഞാൽ കരിഞ്ഞു പോകും. ഒരു സൈഡ് റെഡിയായി വന്നിട്ടുണ്ട്. ആ മസാല ഇട്ട ഭാഗത്തേക്ക് നമ്മൾ ഈ സൈഡ് മറിച്ചിട്ട് കൊടുക്കുക. അപ്പോഴാണ് കറക്റ്റ് ലെയർ കിട്ടുള്ളൂ. അതിനുശേഷം നമ്മൾ ഓപ്പോസിറ്റ് സൈഡിൽ മാവ് ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച മസാല രൂപത്തിൽ ഇട്ട് കൊടുക്കുക. നമ്മൾ അടുത്തത് ഓപ്പോസിറ്റിലേക്ക് ഇതേ രൂപത്തിൽ മറിച്ചിട്ട് കൊടുക്കുക. ഈ ഒരു രൂപത്തിൽ നമുക്കൊരു 5 ലെയറായിട്ട് കിട്ടണം. ഇത് ഓവർ മസാല ഇടണ്ട. ഇതേപോലെ ഒരു എല്ലാവരും എത്തുന്ന കോലത്തിൽ മസാല ഇട്ട് കൊടുത്ത് തിരിച്ച് ഓപ്പോസിറ്റ് മറിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ 5 ലെയറായിട്ട് ഇത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് സൈഡൊന്ന് കൂടി കിട്ടാൻ വേണ്ടി സൈഡിൽ കൂടി കുറച്ച് മൈദ മാവ് ഇങ്ങനെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇതേപോലെ സൈഡിൽ മാവ് ഒഴിച്ച് കൊടുത്ത് നമ്മളുടെ ചട്ടകം കൊണ്ട് ഇങ്ങനെ സൈഡെല്ലാം ഇങ്ങനെ മടക്കി മടക്കി ജോയിൻറ്റ് ക്ലിയറാക്കി എടുക്കുക. നല്ലതുപോലെ നമ്മൾ പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് ജോയിൻ്റ് ആയിക്കോളും. അതിനുശേഷം നമ്മൾ എന്താക്കണം, ഇതേപോലെ മറിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ മടക്ക് പത്തിരി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കിത് ഓരോരോ പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നോക്കാം. ഒരു പീസ് എടുത്തിട്ട് ഇതെങ്ങനെ ആയിട്ടുണ്ടെന്നില്ല, ലെയർ കിട്ടിയിട്ടുണ്ടെന്നില്ല ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതേ ഒരു ടൈപ്പിൽ കിട്ടണം നമുക്കിതാ ലെയറായിട്ട്. 5 ലെയറാണ് നമ്മൾ എടുത്തത്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളെ മടക്ക് പത്തിരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ലെയറായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. എല്ലാവരും വീട്ടിൽ തീർച്ചയായും ട്രൈ ചെയ്യുക. അടിപൊളിയാണ്. പെട്ടെന്ന് ചെയ്യാൻ പറ്റിയൊരു വിഭവമാണ്. തീർച്ചയായും എല്ലാവരും ട്രൈ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക.